18 പേരുടെ പേരുകൾ ഞാൻ വായിക്കാം. ആരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. ബ്ലസി റൈച്ചൽ ബാബു, ദീപു പി, ഗൗരി SS, ബിജികുമാർ, ആദിത്യ ശർമ്മ, ആരോമൽ A, സന്തോഷ് കുമാർ S, ശില്പ VM, ആൻസൺ A, റിയാസ് S, ശ്രീ പാർവതി ശ്രീകണ്ഠൻ, സുജ R, H ശങ്കർ രാമൻ, ജാബിർ S, ശില്പ S, ശ്രീജിത്ത് K, ഐശ്വര്യ S, പ്രിയന്ത് ഷാജി. ഈ 18 പേരാണ് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും ഇന്ന് ടെസ്റ്റിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. അവർക്ക് 10:30-ക്കാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ 10 മണിക്ക് അവർ ടെസ്റ്റിന് ഹാജരാവേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത് 18 പേരാണ് ഇതിനകത്ത് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി ആൾക്കാരൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അതിലിപ്പോൾ നിലവിൽ 18 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് നടത്തുന്നു. കാരണം സർക്കാർ കാര്യമല്ലേ, ടെസ്റ്റ് നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് വന്നാൽ നടത്തും. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ 8 ടെസ്റ്റും നിലവിലുള്ളതാണ്. വേറെ അതാണ് അത് ഫ്ലൈ ഓവറിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഫ്ലൈ ഓവറിലാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യും. അതെല്ലാം ഞങ്ങൾ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്താണ് അതെല്ലാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് ടെസ്റ്റിൽ അതെല്ലാം ചെയ്യും. H-ഉം 8-ഉം സാധാരണഗതിയിൽ ഇപ്പോൾ നടക്കും. ഏത് റോഡ് ടെസ്റ്റ് സമയത്ത് ഗ്രേഡിയൻ ടെസ്റ്റ്, ടേണിങ്ങിലുള്ള ടെസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റോഡ് ടെസ്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊന്നും പുതിയ സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതിനുള്ള സംവിധാനം അകത്ത് ഇല്ല, ഗ്രൗണ്ടിലില്ല. ഞങ്ങൾ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഇല്ല, കിട്ടിയിട്ടില്ല. അതിനനുസരിച്ച് സ്ലോട്ടിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്ലോട്ടിൽ ചേഞ്ച് വരുത്തണം. പക്ഷേ ഇപ്പോൾ ഓൾറെഡി സ്ലോട്ട് അവൈലബിൾ ആയിരുന്നിട്ടും താങ്കൾ കണ്ടല്ലോ 18 പേര് മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ചെയ്യും. അതിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് ടെസ്റ്റിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തും. ഇല്ല, 18 പേരുടെ പേര് ഞാനിപ്പോൾ വിളിച്ചിരുന്നു. പക്ഷെ ആരും ടെസ്റ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. മോട്ടോർ സൈക്കിൾ കാലുകൊണ്ട് ഇടുന്ന ഗിയർ തന്നെ ഉപയോഗിക്കണം. കാരണം ഹാൻഡ് ഗിയർ ഉള്ള വണ്ടികൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത്തരം വാഹനങ്ങളൊന്നും ഇപ്പം പുറത്തിറങ്ങുന്നില്ല. സോ കാലുകൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുന്ന മോട്ടോർ സൈക്കിൾ തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കണം. ഉപയോഗിക്കില്ല. തീർച്ചയായിട്ടും നടത്തും. സ്വന്തം വാഹനം ഇപ്പം സ്വന്തം വാഹനങ്ങളായിട്ട് ഒരാളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ ടെസ്റ്റിന് പങ്കെടുപ്പിക്കും. ഏതാണ്? ഇപ്പം നിലവിൽ ആ സർക്കുലർ ആക്റ്റീവാണ്. ആ സർക്കുലർ ആക്റ്റീവ് ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 15 വർഷത്തിന് താഴെയുള്ള വാഹനത്തിലായിരിക്കും ടെസ്റ്റ് നടത്തുന്നത്. ഉണ്ട്. തല പുറത്തിടാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴുള്ള നിർദ്ദേശമൊന്നുമല്ല. അത് പണ്ടേ ഉള്ള നിർദ്ദേശം തന്നെയാണ്. കാരണം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് തല വെളിയിട്ട് കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ തലയെടുത്തുകൊണ്ട് പോകും. അപ്പം ശരിക്കും മിററിൽ നോക്കി തന്നെയാണ് റിവേഴ്സ് എടുക്കേണ്ടത്. ഇനി വണ്ടിക്കകത്തിരുന്നു കൊണ്ട് വേണമെങ്കിൽ തല ടേൺ ചെയ്യാം. ബ്ലൈൻഡ് സ്പോട്ടും മറ്റും കാണാൻ വേണ്ടി തല ടേൺ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും തല വാഹനത്തിന് വെളിയിലിടാൻ പാടില്ല. അത് ഓക്വേഡാണ്. വേറെ ലോകത്ത് ഒരു രാജ്യത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. റീടെസ്റ്റിന് ഇന്ന് ആൾക്കാരും വന്നിട്ടില്ല. അതായത് ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാതെ ലൈസൻസ് എക്സ്പയർ ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ അവർ ടെസ്റ്റിന് പങ്കെടുക്കണം. അത്തരത്തിലുള്ള ആരും തന്നെ ഇന്നിവിടെ ടെസ്റ്റിന് വേണ്ടി ഹാജരായിട്ടില്ല. ഫിറ്റ്നസ് പരിശോധന അത് നിന്നിട്ടില്ല. അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വാഹനത്തിന്റെ ഫിറ്റ്നസ് പരിശോധനയിൽ താങ്കൾ ഉദ്ദേശിച്ചത് അത്തരം പരിശോധനകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്.